പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പത്രിക തള്ളിയതിനെതിരെ സാന്ദ്ര തോമസ് എറണാകുളം സബ് കോടതിയിൽ ഇന്ന് ഹർജി നൽകും. പത്രിക തള്ളിയത് അനീതിയെന്ന് സാന്ദ്ര തോമസ് ചുരുങ്ങിയത് 3 സിനിമകളെങ്കിലും നിർമ്മിച്ചാൽ മാത്രമേ അസോസിയേഷനിലെ മുഖ്യ സ്ഥാനങ്ങളിലേക്ക് ഒരംഗത്തിന് മത്സരിക്കാനാവൂ എന്ന നിയമാവലി ചൂണ്ടിക്കാട്ടിയാണ് വരണാധികാരി പത്രിക തള്ളിയത്. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസനുണ്ട്. പ്രസാദ്, വിവരങ്ങൾ. വൃന്ദ, നിയമപോരാട്ടം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് സാന്ദ്ര തോമസ്. കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ഒരു വാഗ്വാദം തന്നെ ഈ ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന സൂക്ഷ്മ പരിശോധന നടക്കുന്നതിനിടയിൽ അസോസിയേഷൻ ആസ്ഥാനത്ത് നടന്നിരുന്നു. സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളിയൊരു സാഹചര്യമൊക്കെ തന്നെ ഇന്നലെ നമ്മൾ കണ്ടതാണ്. അതിനെ ചൂണ്ടിക്കാട്ടി ചില കാരണങ്ങൾ കൂടി അവർ ബോധിപ്പിക്കുന്നു. ആ കാരണങ്ങളൊന്നും അത്രത്തോളം ന്യായമല്ല, അല്ലെങ്കിൽ അവർ നിരത്തിയ കാരണങ്ങളൊന്നും ന്യായമല്ല എന്നുള്ളതും കൂടിയാണ് കഴിഞ്ഞ ദിവസം സാന്ദ്ര തോമസ് പറഞ്ഞത്. അതായത് പ്രധാനമായിട്ടും 3 ചിത്രങ്ങളെങ്കിലും നിർമ്മിച്ചാൽ മാത്രമേ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സാധിക്കൂ. അത് കാരണമാണ് സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളിയത് എന്നുള്ളതും കൂടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിന്റെ ഒരു റിട്ടേണിംഗ് ഓഫീസറായി ചുമതലയുള്ള വ്യക്തി പറഞ്ഞത്. എന്നാൽ സാന്ദ്ര തോമസ് ചൂണ്ടിക്കാട്ടിയത്, സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസ് എന്ന ബാനറിന്റെ കീഴിൽ 2 സിനിമകളെ ഉള്ളൂ എന്നുള്ളത് സത്യമാണ്. ആ 2 സിനിമകൾ മാത്രമാണ് അവർ അവിടെ എടുത്തിരിക്കുന്നത്, താൻ നിർമ്മിച്ചതായി. എന്നാൽ താൻ ഏറെക്കാലമായി സിനിമാ മേഖലയിലുണ്ട്. താൻ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച നിരവധി സിനിമകളുണ്ട്. അതിന്റെ ചരിത്രത്തിൽ അടക്കം, അതായത് 9 സിനിമകളുടെ ചരിത്രത്തിൽ അടക്കം തന്റെ കയ്യിലുണ്ട്. അത് പ്രേക്ഷകർക്കറിയാം, ജനങ്ങൾക്കറിയാം. എന്തായാലും അപ്പോൾ അതൊന്നും ഇവർ കണക്കിലെടുക്കാതെയാണ് ഇപ്പോൾ ഈ ഒരു നീക്കം നടന്നിരിക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്കും ട്രഷറർ സ്ഥാനത്തേക്കുമുള്ള ആ ഒരു നാമനിർദ്ദേശ പത്രികകളാണ് തള്ളിയത്. എന്നാൽ എക്സിക്യൂട്ടീവ് അംഗത്തിലേക്ക് മത്സരിക്കാനായി നൽകിയ പത്രിക തള്ളിയിട്ടില്ല. ആ ഒരു സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഒരു സിനിമ മാത്രം നിർമ്മിച്ചു എന്നുള്ളതിന്റെ രേഖ മാത്രം മതി. എന്തായാലും ഈ ഒരു സ്ഥാനത്തേക്ക് മാത്രമല്ല താൻ മത്സരിക്കുക, താൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്നെ മത്സരിക്കും. വേണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കാണിച്ചിട്ടല്ല തന്നെ തോൽപ്പിക്കേണ്ടത്, തന്നെ മത്സരിച്ച് തോൽപ്പിക്കട്ടെ എന്നുള്ളതും കൂടി സാന്ദ്ര തോമസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള രേഖകളും സാന്ദ്ര തോമസ് ഉന്നയിച്ച വാദങ്ങളും ഇത്തരത്തിൽ 3 സിനിമകളിലധികം താൻ നിർമ്മിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള യോഗ്യത നൽകണം, അല്ലെങ്കിൽ തന്റെ പത്രിക സ്വീകരിക്കണം. ഒപ്പം തന്നെ ഈ വാദങ്ങൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയാകും ഇന്നിപ്പോൾ സാന്ദ്ര തോമസ് ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമായിട്ടും സാന്ദ്ര തോമസ് ഇന്ന് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്, നിയമ പോരാട്ടം ശക്തമാക്കാൻ ഒരുങ്ങുന്നത്. ഈ ഒരു സംഭവത്തിന് പിന്നാലെ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, നിയമ നടപടികൾ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത്, അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താൻ മത്സരിക്കും എന്നുള്ളത് തന്നെ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. എന്തായാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ഗുണ്ടകളാണ്, അവർ ഗുണ്ടായുസമാണ് കാണിക്കുന്നത് എന്നുള്ളതും കൂടി സാന്ദ്ര തോമസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ അവർക്കൊപ്പം നിർമ്മാതാവായിട്ടുള്ള ഗീതാ കുര്യനും ഉണ്ടായിരുന്നു. അവരടക്കം ഒരു പാനലായിട്ടാണ് മത്സരിക്കുന്നത്. ഈ ഒരു പാനലിനെ തകർക്കാനുള്ള നീക്കമാണ് അവിടെ നടത്തിയിരിക്കുന്നത്. അവിടെ വലിയൊരു അട്ടിമറിച്ച് താൻ അവിടെ വിജയം നേടുമെന്നുള്ള പ്രതീക്ഷ അത്രത്തോളം സാന്ദ്ര തോമസിലുണ്ട് എന്നുള്ളതും കൂടി കഴിഞ്ഞ ദിവസം അവർ പങ്കുവച്ചിരുന്നു. എന്തായാലും നിയമ പോരാട്ടം ശക്തമാക്കുകയാണ് സാന്ദ്ര തോമസ്. ശരി, വ്യക്തമാണ് കാളിദാസ്.